സുഹൃത്തുക്കളെ നമസ്കാരം. വീണ്ടും കേഡറ്റിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഇതാ ഓരോ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും കേഡറ്റ് വെരിഫൈ ചെയ്യാനുള്ള നോട്ടീസും കൂടി വന്നിരിക്കുകയാണ്. ഈ സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾക്കടക്കം വളരെയേറെ പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. എങ്ങനെയാണ് കേഡറ്റ് വെരിഫൈ ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് വെരിഫൈ ചെയ്യാൻ പറ്റുക, എവിടെ നിന്നൊക്കെയാണ് ചെയ്യാൻ പറ്റുക, എന്തൊക്കെ കാര്യങ്ങൾ ഇതിന് ശ്രദ്ധിക്കണം, ഇനി ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട്, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംശയങ്ങൾ അധ്യാപകരായ ഒരുപാട് സുഹൃത്തുക്കൾക്കുണ്ട്. എന്തെന്നാൽ ഈ അടുത്ത് വന്ന വാർത്ത പ്രകാരം കേഡറ്റ് ഇല്ലാത്തവർക്ക് ഇനി സർക്കാർ സർവീസിൽ യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് തന്നെ ഈ കേഡറ്റ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കേഡറ്റ് വെരിഫൈ ചെയ്യാൻ നമുക്ക് ഒരുപാട് ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട്. എന്തൊക്കെയാണ് ആ ഡോക്യുമെന്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് നമുക്ക് വേണ്ടത് നമ്മുടെ DLED പാസ്സായി എന്നുള്ള സർട്ടിഫിക്കറ്റും അതിന്റെ ഗ്രേഡ് കാർഡും നമുക്ക് ആവശ്യമാണ്. രണ്ടാമതായിട്ട് വേണ്ടത് നമ്മൾ എക്സാം എഴുതാൻ ഉപയോഗിച്ച ഹാൾ ടിക്കറ്റിന്റെ ഒറിജിനലും അതിന്റെ കോപ്പിയുമാണ്. അതേപോലെ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ സമയത്ത് കൊടുത്ത ആധാർ കാർഡ് അതിന്റെ കോപ്പി, അതേപോലെ തന്നെ SSLC +2 നമ്മൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 3 ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഗ്രേഡ് കാർഡ് അടക്കം നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ പലവരും പഠിക്കുന്ന സമയത്ത് തന്നെയായിരിക്കും എക്സാം എഴുതിയിട്ടുണ്ടാവുക. അവർക്ക് 2ാം സെമസ്റ്ററിന് ശേഷമാണ് ഈ എക്സാം എഴുതിയത് എന്നുള്ള ആ സ്ഥാപനത്തിലെ പ്രിൻസിപ്പലുടെ സാക്ഷ്യപത്രം കൂടി ഇതിൽ നമുക്ക് ആവശ്യമായിട്ട് വരും. ഇങ്ങനെ മേൽപ്പറഞ്ഞിട്ടുള്ള ഹാൾ ടിക്കറ്റ്, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, അതേപോലെ തന്നെ ആധാർ കാർഡ്, സാക്ഷ്യപത്രം, ഈ കാര്യങ്ങളൊക്കെയും ഒറിജിനലും അതേപോലെ തന്നെ നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയും രണ്ടും കൊണ്ട് മാത്രമേ അവിടെ പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. ഇനി കേഡറ്റ് എവിടെ നിന്നാണ് വെരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ എപ്പോഴാണ് വെരിഫൈ ചെയ്യുക? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഓരോ കുട്ടിയും അല്ലെങ്കിൽ ഓരോ അധ്യാപക വിദ്യാർത്ഥിയും ഏത് ജില്ലയിൽ നിന്നാണോ കേഡറ്റ് എക്സാം എഴുതിയത് ആ ജില്ലയിൽ നിന്ന് മാത്രമേ കേഡറ്റ് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കോഴിക്കോട് പഠിച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് എക്സാം എഴുതിയെങ്കിൽ കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്ന് മാത്രമേ കേഡറ്റ് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ണൂർ ജില്ലയിലെ അടക്കമുള്ള വെരിഫിക്കേഷന്റെ തീയതികൾ ഈ 12ാം തീയതി മുതൽ നിശ്ചിത ദിവസങ്ങളിൽ ഓരോ വിദ്യാഭ്യാസ ജില്ലയിലെ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയും. ഇനി ആർക്കൊക്കെയാണ് ചെയ്യാൻ കഴിയുക? ഈ കഴിഞ്ഞ കേഡറ്റ് എക്സാം വരെ എഴുതിയിട്ടുള്ള, എക്സാം പാസ്സായിട്ടുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? കേഡറ്റ് വെരിഫൈ ചെയ്യാൻ പറ്റും. കേഡറ്റ് വെരിഫൈ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളിപ്പോൾ DLEDന്റെ കോഴ്സ് പാസ്സായി ആ സർട്ടിഫിക്കറ്റ് കൂടിയുള്ളവർക്ക് മാത്രമേ കേഡറ്റ് വെരിഫൈ ചെയ്യാൻ പറ്റും. അതും ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ നേരിട്ട് ഹാജരാവണം. മറ്റൊരാളെ പറഞ്ഞയക്കാനോ ഒന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല. നേരിട്ട് ഹാജരായിട്ട് മാത്രമേ കേഡറ്റ് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അവസാനമായിട്ട് എന്തിനാണ് നമ്മൾ തിടുക്കപ്പെട്ട് ഇങ്ങനെ കേഡറ്റ് വെരിഫൈ ചെയ്യുന്നത്? നമ്മൾ അറിഞ്ഞിരിക്കുക, കേഡറ്റ് ഇല്ലാത്ത ഒരാൾക്കും ഇനി അധ്യാപകരാവാൻ കഴിയില്ല. നമ്മുടെ കേഡറ്റ് വെരിഫൈ ചെയ്ത സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഡെയിലി വേജ് അടക്കം അല്ലെങ്കിൽ കരാറടിസ്ഥാനത്തിലുള്ള നിയമനം അടക്കം എല്ലാ നിയമനങ്ങൾക്കും ഇനി കേഡറ്റ് നിർബന്ധമാണ്. ആ കേഡറ്റ് ഇല്ലാതെ നമുക്ക് സർവീസിൽ തുടരാൻ സാധിക്കില്ല, നമുക്ക് കയറാൻ സാധിക്കില്ല, നമുക്ക് സാലറി കിട്ടില്ല, ഒരു തരത്തിലും നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് കയറാൻ കേഡറ്റ് ഇല്ലാതെ പറ്റില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് കേഡറ്റ് എന്ന് പറയുന്നത്, കേഡറ്റ് വെരിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നമുക്ക് ആവശ്യമായ രേഖകൾ എപ്പോൾ, എങ്ങനെ, ആർക്ക് എന്നൊക്കെയും പറഞ്ഞു കഴിഞ്ഞു. ഈ വിവരം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്.